ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ സാറ് നമ്മളെ വിട്ടുപോയിട്ട് 37 വർഷം കഴിഞ്ഞു. അതിൻ്റെ ഒരു അനുസ്മരണമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 37 വർഷമായിട്ടും ജനഹൃദയങ്ങളിൽ ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാള സിനിമാ പ്രേമികളെ എല്ലാ നടന്മാരെ വിസ്മരിച്ചാലും നസീർ സാറിനെ ഒരിക്കലും മറക്കില്ല. അത്രത്തോളം ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ഒരു നടനാണ് നസീർ സാർ. ഇപ്രാവശ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നസീർ അനുസ്മരണം ഉണ്ട്. അതിൽ തിരുവനന്തപുരത്തുള്ള കൊല്ലം ജില്ലയിലുള്ള ജോൺസൺ ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു ഈ അടുത്ത ദിവസം. അദ്ദേഹം കളക്ട്രേറ്റിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് പണ്ടൊക്കെ, ഇപ്പോൾ റിട്ടയർഡായി. അദ്ദേഹത്തിന് സ്വന്തമായി കാർ ഡ്രൈവറും കാറും എല്ലാം സർക്കാർ വക ഉള്ള അത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ കളക്ട്രേറ്റിൽ റിട്ടയർഡായി. അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചിരുന്നു തിരുവനന്തപുരത്തേക്ക് പ്രാവശ്യം അനുസ്മരണത്തിന് വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ജോലിയുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ചു. അതേപോലെ മലപ്പുറത്ത് നിന്ന് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ ഇപ്പോൾ മിഞ്ഞാന്ന് വിളിച്ചിരുന്നു. മലപ്പുറത്ത് ഉള്ള അനുസ്മരണത്തിൽ മുഖ്യ പ്രഭാഷകനായിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ ജോലിയുള്ളതുകൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത് നോട്ടീസിലൊന്ന് പേരടിച്ചേക്കല്ലേന്ന് പറഞ്ഞു. അയ്യോ താങ്കൾ എന്തായാലും വരണം, താങ്കളാണ് യൂട്യൂബ് ചാനലിൽ നസീർ സാറിനെ കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി, അതുകൊണ്ട് താങ്കൾ വന്നേ പറ്റൂ എന്ന് പറയുന്നത് അദ്ദേഹം. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിപ്പോയി, ജോലിയിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത് നിരസിച്ച്. പിന്നെ AB രാജ് ഡയറക്ടർ, പ്രശസ്ത ഡയറക്ടർ AB രാജ്, AB രാജിൻ്റെ മകൻ എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. താങ്കളുടെ അവലോകനങ്ങളെല്ലാം ഞാൻ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊരു വലിയൊരു ബഹുമതിയായിപ്പോയി. അദ്ദേഹത്തിൻ്റെ പേര് മനോജ് എന്നാണ്. അപ്പോൾ നസീർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നസീർ സാറ് ഇവിടെ ചെയ്തു വെച്ച് പോയേക്കുന്ന റെക്കോർഡുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ 400 സൂപ്പർ ഡൂപ്പർ ഹിറ്റ്, 50 ബ്ലോക്ക് ബസ്റ്റർ ലോക സിനിമാ ചരിത്രത്തിൽ വേറൊരു നടനുമില്ല. ആകെ 1-2 ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയാൽ തന്നെ വലിയ ബഹുമതിയായിട്ട് കാണുന്ന ആൾക്കാരാണ്.